ഇന്ന് അമ്മയില്ല കേട്ടോ. അമ്മ ഇവിടെ അടുത്ത് വായനയ്ക്ക് പോയി. അപ്പം ഇപ്പോൾ സമയം 9:15 ഉള്ളൂ. വാവ് ഒരു 7 ആ സമയത്തെങ്ങാണ്ട് എഴുന്നേറ്റതാവുള്ളൂ. ഇപ്പം രാത്രി ഉറങ്ങുന്നുണ്ട് കേട്ടോ. രാത്രി ലൈറ്റ് നേരത്തെ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പം ഒരു മാസം ഫുള്ള് നമ്മൾ ലൈറ്റ് ഇട്ടിട്ടായിരുന്നു കിടത്തുന്നത്. ഇപ്പം മങ്ങിയ വെട്ടത്തിലാണ് കിടത്തുന്നത്. ഇപ്പം രാത്രി വലിയ വിഷയമില്ല, ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഉറങ്ങിയ സമയത്ത് പോയി ഇവളുടെ തീറ്റത്തുണിയെല്ലാം കഴുകിയിട്ട് എൻ്റെയും തുണി കഴുകിയിട്ട് കുളിക്കാനും വേണ്ടി എണ്ണയൊക്കെ തേച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് കഴിക്കണം. ചാച്ചനും വിടില്ല, ചാച്ചൻ കടയിൽ വരെ പോയി. അപ്പോൾ ഇവളുടെ അടുത്തൊന്നും മാറാനും പറ്റത്തില്ല. അപ്പം ഞാൻ വെച്ച് കഴിച്ചിട്ട് ഈ മുറിക്കാൻ തൂത്തിടാന്ന്. നല്ല ഉറക്കം കേട്ടോ. ഞാൻ സ്പീഡ് ഞാൻ കരഞ്ഞാലോന്ന് വെച്ചിട്ടേ. അപ്പം സത്യം പറഞ്ഞാൽ വാവ വന്നതിന് ശേഷം അപ്പിയിടാനും കുളിക്കാനും പോലും സമയമില്ല. നേരത്തെ മണിക്കൂറുകളുള്ള കുളി ഇപ്പം മിനിറ്റുകൾ കൊണ്ട് തീരും. ഷൂന്ന് കുളിച്ചിട്ട് വരും. പെട്ടെന്ന് കരഞ്ഞാലോന്ന് വെച്ചേ കരയത്തില്ല, എന്നാലും ഉറങ്ങുക, സ്വപ്നമൊക്കെ കാണുക, ചിരിക്കുക. ഇന്നലെ ആണെങ്കിൽ ഇവളിങ്ങനെ ജനിച്ചപ്പോൾ എത്രയുണ്ടെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അമ്മ പറഞ്ഞ് ഇമ്മിണിയും ഉള്ളായിരുന്നെന്ന്. അപ്പം ഞാൻ വെച്ച് ദൈവമേ, ആ ഇമ്മിണിയുള്ള കുഞ്ഞിനെ ഞാൻ എങ്ങനെ എടുത്തു എന്നൊക്കെ. അപ്പം അമ്മ ചിലപ്പം തോന്നും എനിക്ക് വട്ടാണ്. എൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും. നേരത്തെ മുഖത്തൊക്കെ എന്തൊക്കെയായിരുന്നു ഇടുന്നത്, ഇപ്പം അതിന് പോലും എനിക്ക് സമയമില്ല. നല്ല ഉറക്കം കേട്ടോ. രാവിലെ ഞാനൊരു വീഡിയോ എടുത്തതാണ്. നേരത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു. എന്നിട്ട് ഇപ്പം സമയം വേണ്ടേ 4:10 ഇപ്പോഴാണ് അടുത്ത വീഡിയോ എടുക്കുന്നത്. അമ്മയാണെങ്കിൽ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അടുത്ത അമ്മയ്ക്ക് വായന. അപ്പോൾ അമ്മ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുന്നത് ചാച്ചൻ വെളിയിലോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ക്യാമറയിൽ നോക്കിയതാണ് ചാച്ചനെ. അപ്പം ഉച്ചയ്ക്ക് അമ്മ വന്ന സമയത്ത് അമ്മ വന്നപ്പം ഇവളെ ഉച്ചയ്ക്കാണ് കുളിപ്പിക്കുന്നത്. ഒരു നല്ല വെയിലുള്ള ടൈമിൽ 1 മണി ആ ഒരു ടൈമിൽ. അപ്പം ഞാനാട്ടോ ഇപ്പോൾ കുളിപ്പിക്കുന്ന 3 ദിവസം കൊണ്ട്. അപ്പോൾ അവളെ കുളിപ്പിച്ച് കഴിഞ്ഞ് വന്ന് നല്ല പോലെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ഞാൻ എപ്പോഴും പറയത്തില്ല മൂരി എന്ന് പറയുന്നൊരു സാധനം, ആ സാധനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കുക. പിന്നിപ്പം കരഞ്ഞപ്പം ഞാൻ കയ്യിലെടുത്ത് വെച്ച് ഇവിടെ ഇരിക്കുക. അമ്മയുണ്ട് എന്നെ ഇപ്പം ചാടിക്കും, പെണ്ണിനെ ഇങ്ങനെ കൈ വെക്കരുത്, പെണ്ണ് കൈച്ചൂട് പഠിച്ചു കടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ചൂടാണ്, പേര് മഴയും വരുന്നു കേട്ടോ. ഇന്ന് കമുകഞ്ചേരി അമ്പലത്തിലെ ഉത്സവം കേട്ടോ. അതായത് അമ്മയുടെ വീട്ടിലെ അമ്മയുടെ സ്ഥലത്ത് എല്ലാ വട്ടവും നമ്മൾ പോവും. എല്ലാ വട്ടവും നല്ല കല്യാണത്തിന് മുന്നേ വരെ ഞാനും അച്ഛനും അമ്മയും കൂടെ പോകുമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് പോകാൻ പറ്റത്തില്ലെന്ന് ഇങ്ങനെ പറഞ്ഞ് വിഷമിച്ചിരിക്കുമായിരുന്നു. പേര് മഴയെന്ന് വെച്ചാൽ പേര് മഴ വരുന്നു. അപ്പം ഞാൻ ഇതുവരെ വീഡിയോ ഇടാൻ ഞാൻ എന്താണെന്നറിയാമോ, സത്യം പറഞ്ഞാൽ കുഞ്ഞിന് വയ്യായിരുന്നു. കുഞ്ഞിന് ചുമ, ഭയങ്കരമായിട്ടുള്ള ചുമയായിരുന്നു. ഒരു സ്ട്രെച്ചിൽ തന്നെ ഒരു 6 ചുമയ്ക്കും. പിന്നെ ഈ മൂരി എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഞെളിഞ്ഞ് പിരിഞ്ഞ് അത് വരും. അതിൻ്റെ കൂടെ ചുമ. അയ്യോ, ആ ചുമ കാണുമ്പോൾ എൻ്റെ നെഞ്ചിൽ നിന്ന് തീ വരും. അതുപോലെ കുഞ്ഞ് ചുമയ്ക്കുമായിരുന്നു അങ്ങ് നിർത്താതെ. സാധാരണ പിള്ളേർ ചുമയ്ക്കും, ന്യൂ ബോൺ ഇടയ്ക്ക് 1-2 ചുമ. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചുമയായി കുഞ്ഞിന്. ഇവിടുന്ന് ആരോ വന്നവരുടെ അടുത്തുനിന്ന് കിട്ടിയതാണ്. പിന്നെ കുഞ്ഞിന് മൂക്കടപ്പും. ഇങ്ങനെ സൗണ്ട് എടുക്കുമ്പോഴത്തേക്ക് കുറുകുറുകുറൂന്നുള്ള സൗണ്ട്, ഇങ്ങനെ കഫം കെട്ടി നിന്നിട്ടുള്ള സൗണ്ട് പോലത്തെ. അങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു. ഒരു 23-ാം തീയതി ഈ കുഞ്ഞിനതുണ്ട്. അപ്പോൾ 24-ാം തീയതി വൈകിട്ടാട്ടോ ഹോസ്പിറ്റലിൽ കാണിച്ചത്. പക്ഷേ 23-ാം തീയതി അങ്ങ് പോയാൽ മതിയായിരുന്നു. അപ്പം നമ്മൾ വലിയ ഇതായിട്ടില്ലാത്തതുകൊണ്ട് അധികം ഇതാക്കിയില്ല, നോർമലാണെന്ന് വിചാരിച്ചു ഇങ്ങനെ ഇരുന്നു. പിന്നെ 24-ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ മരുന്ന് തന്നു. എന്നിട്ട് പറഞ്ഞു കുറവില്ലെങ്കിൽ വരണമെന്ന്. പിറ്റേ ദിവസം ഇവർക്ക് ഹിയറിംഗ് ടെസ്റ്റ് ആയിരുന്നു കേട്ടോ. ഹിയറിംഗ് ടെസ്റ്റിനൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുഞ്ഞ് ഭയങ്കര കരച്ചിലും, ഉറങ്ങുന്നില്ല, ചുമ, അസ്വസ്ഥത. അങ്ങനെ വീണ്ടും വൈകിട്ട് ഡോക്ടറെ കാണാൻ പോയി. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇവർക്ക് മരുന്നൊക്കെ തരുന്നതിന് നമുക്കൊരു ലിമിറ്റേഷനും കാര്യമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർക്ക് ആൻറ്റിബയോട്ടിക് തന്നു കേട്ടോ. അതും 5 ദിവസം. ഇപ്പോൾ ബാവയുടെ ചുമയൊക്കെ മാറി. പക്ഷേ മൂക്കടപ്പ് ഇപ്പോഴും ചെറുതായിട്ടുണ്ട്. മൂക്കിലൊഴിക്കാൻ നേസൽ ഡ്രോപ്പൊക്കെ തന്നിട്ടുണ്ട്.
സത്യം പറഞ്ഞാൽ ഈ പിള്ളേർക്ക് അസുഖം വരുമ്പോൾ നമുക്ക് ഇപ്പം സ്വന്തം മക്കൾക്ക് അസുഖം വരുമ്പോൾ ആർക്കും സഹിക്കത്തില്ല. എങ്കിലും ഇത് ഇത്രയും പൊടിയല്ലേ, 1 മാസം അങ്ങോട്ട് ആയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും ചുമയും അസുഖം വരുവാന്ന് വെച്ചാൽ ഭയങ്കര വിഷമമായി. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആവണം, കുഞ്ഞുങ്ങളെ കൊടുത്ത് എല്ലാവരുടെയും കയ്യിൽ കൊടുത്ത് സന്തോഷിക്കാനുള്ള പ്രായമൊന്നും കുഞ്ഞിനായിട്ടില്ല. അങ്ങനെ സന്തോഷിക്കാനുള്ള പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 4 മാസം 5 മാസമൊക്കെ ആകുമ്പോഴാണ്. ഇപ്പോൾ കുഞ്ഞിനാണെങ്കിൽ ഇമ്മ്യൂണിറ്റിയേ ഇല്ല, എന്തുണ്ടെങ്കിലും പെട്ടെന്ന് കുഞ്ഞിന് പിടിക്കും. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, അമ്മ സ്ട്രിക്റ്റ് ആവണം, വരുന്നവരോട് കുഞ്ഞിനെ എടുക്കരുതെന്ന് തന്നെ പറയണം എന്നിങ്ങനെ പറഞ്ഞു. അയ്യോ, ഞാൻ ഡോക്ടറെ കൺസൾട്ടേഷൻ്റെ ടൈമിൽ കാണാൻ പോയ ടൈമിൽ ഞാൻ അകത്ത് നിന്ന് കരയുക. കുഞ്ഞ് അങ്ങ് നിർത്തുന്നില്ല കുഞ്ഞിനെ. അപ്പോൾ 2-3 ദിവസം ഞാൻ പറഞ്ഞില്ലേ ശാന്തയമ്മ ഒന്ന് കുളിപ്പിച്ചായിരുന്നു, അത് കുളിപ്പീരൊക്കെ നിർത്തി. അയ്യോ, എനിക്കറിയത്തില്ല, എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡില്ലായിരുന്നു. മൊത്തത്തിൽ ഞാൻ ഡൗൺ ആയിപ്പോയി. കുഞ്ഞ് ചുമയ്ക്കുന്നത് കാണുമ്പം എൻ്റെ നെഞ്ച് പറഞ്ഞു പോകുന്ന പോലൊരു ഫീലായിരുന്നു എനിക്കറിയത്തില്ല. ഭയങ്കര സങ്കടമെന്ന് വെച്ചാൽ ഇവള് പൊടിക്കുഞ്ഞല്ലേ. അങ്ങനെ ഒരു ദിവസം ഓക്കെ 24-ാം തീയതി ഹോസ്പിറ്റലിൽ പോയി, 25-ാം തീയതി വീണ്ടും 24-ാം തീയതി ഡോക്ടറെ കാണാൻ പോയി. 24-ാം തീയതി ഒരു രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും, ഒരു 12 മണി ആയപ്പോഴത്തേക്കും, 24-നാന്ന് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ ഉത്സവം കലഞ്ഞൂരെ. അപ്പോൾ ചേട്ടായി ഉത്സവത്തിനൊക്കെ വന്നിട്ട് ചേട്ടായി തിരിച്ചങ്ങ് ചേട്ടായിയുടെ വീട്ടിൽ പോയി. ചേട്ടായിക്ക് പിറ്റേന്ന് വർക്കുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ കുറുകൽ ഭയങ്കരമായിട്ട് കൂടി. എനിക്ക് തോന്നി കുഞ്ഞിന് ഇനി ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഭയങ്കര സൗണ്ട്, ഈ കുഞ്ഞ് ശ്വാസം. ഞാൻ പെട്ടെന്ന് ചേട്ടായി വിളിച്ചു. രാത്രി ഒരു 1 മണിയായപ്പോൾ നമ്മൾ അടൂർ ലൈഫ് ലൈനിൽ പോയി. ലൈഫ് ലൈനിൽ പിന്നെ എപ്പോഴും പീഡിയാട്രീഷ്യൻ കാണും. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഈ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, മറ്റേ ഡോക്ടർ തന്ന മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ കാണിക്കുന്ന പീഡിയാട്രീഷ്യൻ അടിപൊളി ഒരു ഡോക്ടറാട്ടോ. അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടറിൻ്റെ പേര്. പത്തനാപുരം സെൻറ്റ് ജോസഫിലുണ്ട്, കോന്നിയിലും ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ നല്ലൊരു ഡോക്ടറെ കിട്ടുക എന്ന് വെച്ചാലും വലിയൊരു നല്ല കാര്യമാണ്. ഇവൾക്ക് 12 ദിവസം ഉള്ളപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയതാട്ടോ. ഇവളിങ്ങനെ കമട്ടി. അപ്പം നമുക്കറിയത്തില്ല, ആദ്യമായിട്ടാണ് കമട്ടുന്നത് കാണുന്നത്. പെട്ടെന്ന് വായിക്കൂടെയും മൂക്കിക്കൂടെയൊക്കെ കമട്ടി. അപ്പോൾ ഭയങ്കര ടെൻഷനായി. അങ്ങനെ പിറ്റേന്ന് ഡോക്ടറെ കാണാമെന്ന് വെച്ച് ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോഴാണ് ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംശയമൊക്കെ ചോദിക്കുക. നമ്മൾ പുതിയ പേരൻസ്, അപ്പോൾ നമുക്കിതിനെപ്പറ്റി വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എനിക്കെല്ലാം സംശയം. അപ്പം ഡോക്ടറോടെല്ലാം ചോദിച്ചു ബർപ്പ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞുങ്ങൾ കമട്ടും, അതൊക്കെ സ്വാഭാവികമാണ്, കുറച്ചൊക്കെ കമട്ടും, അതിലൊന്നും ടെൻഷൻ ആവണ്ട. പിന്നെ കമട്ടുമ്പോൾ ഇവരെ ഒരു ഇടത്ത് സൈഡിലോട്ട് ചരിച്ച് കിടത്തണം, എന്നിട്ട് ഇവിടെ തട്ടണം, അല്ലെങ്കിൽ കമത്തി കിടത്തി എല്ലാം കാണിച്ചു തരും. പിന്നെ കുറേ നേരം, അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞ് തന്നായിരിക്കും വിടുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറെ ഇനി എന്നാ ചെല്ലണ്ടേ, ലാസ്റ്റ് കൺസൾട്ട് ചെയ്യാൻ ലാസ്റ്റ് ഡോക്ടറെ കാണാൻ ചെന്ന സമയത്ത് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി പറയണ്ട, മരുന്ന് കണ്ടിന്യൂസ് കൊടുത്താൽ മരുന്ന് പറഞ്ഞ ഡേറ്റ് വരെ കൊടുത്താൽ മതി എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞേ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു വരുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ പല ആൾക്കാരായിരിക്കും, ഇപ്പം തന്നെ പനിയുള്ള കുഞ്ഞുങ്ങൾ വരും, അപ്പോൾ ഇത് തീരെ പൊടിയല്ലേ, അപ്പോൾ ഇവിടുന്ന് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് മാക്സിമം നമ്മൾ അധികം വരാണ്ടിരിക്കാൻ നോക്കുക എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ കുറുകൽ ചെറുതായിട്ടുണ്ട് ആ മൂക്കിലേ ഇങ്ങനെ. പിന്നെ ഞങ്ങൾ 3 ദിവസം അടുപ്പിച്ച് ആവി പിടിക്കാൻ ഹോസ്പിറ്റലിൽ രാവിലെയും വൈകിട്ടും പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അയ്യോ, ഭയങ്കര സങ്കടമായിരുന്നു കുഞ്ഞിന്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു ഇനി വരുന്ന ആരെയും കൈ കുഞ്ഞിനെ കൊടുക്കത്തില്ല എന്നിങ്ങനെ വിചാരിച്ചിരിക്കുക. പക്ഷെ നമുക്ക് മുഖത്ത് നോക്കി പറയാനൊരു ബുദ്ധിമുട്ടാണ്. അയ്യോ എടുക്കരുതേ, അവരപ്പോൾ എന്ത് വിചാരിക്കും എന്നൊരു തോന്നലാണ് സത്യം പറഞ്ഞാൽ മനസ്സിൽ വരുന്നത്. പിന്നെ ഇപ്പം ഇങ്ങനെ വിചാരിക്കുന്നു, അയ്യോ അവർക്ക് അങ്ങനെ തോന്നിയാലും കുഴപ്പമില്ല, ഇതിൻ്റെ വയ്യാഴിക കാണുമ്പോൾ അനുഭവിക്കുന്നത് നമ്മളല്ലേ എന്നിങ്ങനെ തോന്നും. പിന്നെ ചിലരറിഞ്ഞെടുക്കാണ്ടിരിക്കും, അയ്യോ കുഞ്ഞു വാവയല്ലേ എടുക്കുന്നില്ല എന്ന് വെച്ച് മാറി നിൽക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ വന്നിട്ട് ജസ്റ്റ് സാനിറ്റൈസ് പോലും ചെയ്യാണ്ട് വന്ന് വാവ എടുക്കുന്നവരും ഉണ്ട്. നമുക്ക് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, എങ്കിലും വാവയുടെ വയ്യാഴി കണ്ടപ്പം അതിലേറെ ബുദ്ധിമുട്ടായി. അയ്യോ എനിക്കറിയത്തില്ല ഇത്രയും ദിവസം ഞാൻ തള്ളി നീക്കിയത്. ആളൊന്ന് ചെറിയ ഓക്കെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. ഉറങ്ങുക. അമ്മ വന്നു കേട്ടോ, ഞാൻ നിങ്ങളെ മഴ പെയ്തതൊക്കെ കാണിക്കാം. ഭയങ്കര മഴ, നമ്മുടെ റോസയൊക്കെ പൂത്തു, അതെല്ലാം കാണിക്കാം.
ഇന്നത്തെ ദിവസം ഞാൻ അങ്ങനെ വെളിയിലോട്ടൊന്നും പോയില്ല. വിളക്ക് കത്തിക്കണം, അമ്മ കത്തിച്ചോളും. എനിക്കിപ്പം വിളക്കൊന്നും കത്തിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്കറിയത്തില്ല ചന്ദനം, ചെളി ചന്ദനം ഇടാൻ പറ്റുമെന്ന്. എനിക്കന്ന് ചന്ദനം ഇടാൻ കൊതിയായിട്ട് വയ്യ. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പ്. അവൾക്കാണ് ഞാൻ പാലം എടുത്തിട്ട് ഗ്യാസ് ഇട്ട് അമ്മയുടെ കൊടുത്തു. ആ സമയത്ത് എനിക്ക് വെളിയിറങ്ങി നടക്കാമല്ലോ. കാണിക്കാം. ആണ്ടേ നമ്മുടെ ഈ റോസ് നിറയെ റോസാപ്പൂവായിരുന്നേ. ഈ റോസാപ്പൂ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ സൂത്രമില്ലേ, ഈ സൂത്രം ഇത് കണ്ടിച്ച് കളയണം. മഴയായി, ഇനി വെട്ടിയാലേ ഗുണമുള്ളൂ. അമ്മേ നമുക്ക് 2 മുല്ലയും കൂടെ നടാമേ. അത് ഞാൻ നോക്കിയിട്ടേ പറ്റുന്നില്ല. അമ്മ എന്തായാലും അത് അമ്മേ തണുപ്പല്ലേ അമ്മേ. 2 സോക്സ് മാത്രം കാണാം, പെണ്ണിനെ കാണത്തില്ല. അങ്ങ് പോമേ, തണുപ്പാ. അല്ലേ ഇതൂടെ എടുത്തോണ്ട് പോവാ അല്ല ഇടുന്നത്. എന്നെ അമ്മയൊക്കെ ഇന്നലെ വഴക്ക് പറഞ്ഞു. ഏത് നേരം കുഞ്ഞിൻ്റെ ഫോട്ടോ നീ ഇടരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ്ടേ നമ്മുടെ ഈ ഒരു ഭാഗം അടിപൊളിയായി കേട്ടോ കാണാൻ. കുറച്ച് പോച്ചയൊക്കെ ഉണ്ട്, അതൊക്കെ വൃത്തിയാക്കണം. ഇതാ പൂ പൂത്തേ. ഞാനായിരുന്നു അത് ഇതെന്താ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച്. അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു അത് മുറിച്ച് നടണമെന്ന്. അമ്മ ഒറ്റ ഇതിലങ്ങ് നട്ട് വെച്ചു. മറ്റേതിലും നിറയെ പൂവ് ഉണ്ട്. അമ്മ ഈ ചെടി നിറയെ പൂത്തുണ്ടോ അമ്മേ? മറ്റേത് നിറയെ മൊട്ട് വന്ന്. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ 10 മണി അങ്ങ് നടാന്ന്. സത്യം പറഞ്ഞാൽ ഞാനും അമ്മയും കൂടെ മെനഞ്ഞാന്ന് എനിക്ക് മുട്ടുവേദനയുണ്ട്. എപ്പോഴും അവിടെ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. ഞാനും അമ്മയും കൂടെ മെനഞ്ഞാന്ന് പൊരിഞ്ഞ അടിയായിരുന്നു. അടിയെന്ന് വെച്ചാൽ ഭയങ്കര അടി. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു കൊതു എന്നെ കുത്തുന്നു, ഞാൻ ഇവിടെ നിൽക്കത്തില്ല, ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. ഇപ്പം എനിക്ക് ഓർക്കുമ്പോൾ സങ്കടവും. അയ്യോ മുട്ടുവേദന. ഞാൻ അന്ന് തൊട്ടേ ആ ടേബിളിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ അപ്പം ബാക്കി പറയാം ഭയങ്കര വഴക്കായിരുന്നു. ചില സമയം ഞാനങ്ങ് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഓവർ പ്രൊട്ടക്റ്റീവായി പോകുമേ. വരുന്നു അമ്മ ഇപ്പം എന്തുവാ അവളെ ഇങ്ങനെ തുടയ്ക്കുന്ന അമ്മ എത്ര മുറുക്കി തുടയ്ക്കില്ല. ഞാനും അച്ഛനും പറയും എടീ നീ കുഞ്ഞിനെ മുറുക്കി തുടയ്ക്കില്ലേടി, പതിയെ തുടയടി എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, ഞാനെന്താ കുഞ്ഞുങ്ങളെ കാണാത്തയാണോ, ഞാൻ എന്തോ പ്രസവിക്കാത്തയാണോ വളർത്താത്തയാണോ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു വേണ്ട അമ്മ അങ്ങനെ പോച്ച പറിക്കുമോ. ഞാൻ പറഞ്ഞു മണ്ണിൽ നിന്ന് ഇളകുമ്പോൾ ഒരു മണം മണ്ണിൻ്റെ. എത്ര നാളായി ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അമ്മ തുടയ്ക്കണ്ട എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ചില സമയം അമ്മ എടുക്കുന്ന കാണുമ്പോൾ പേടിയോ. അപ്പോൾ ഞാൻ പറയാം അങ്ങനെ എടുക്കണ്ട. അപ്പോൾ അങ്ങനെ ഭയങ്കര വഴക്കെന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടെ ഭയങ്കര വഴക്ക്. എനിക്കങ്ങ് ഭയങ്കര ദേഷ്യമായിരുന്നു അന്ന്. എനിക്ക് അമ്മയോട് ഭയങ്കര ദേഷ്യമായി. എന്നിട്ട് അമ്മ കിടന്ന് കളിച്ചു. അപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ അടുത്തോട്ട് കളിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തെ ഒരു ഇതിന് പറഞ്ഞതാണ്. ഇപ്പം എനിക്ക് തോന്നി അന്ന് ഞാൻ മിണ്ടാതിരുന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു സീൻ ഉണ്ടാകത്തില്ലായിരുന്നു എന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോവാം, എനിക്കിവിടെ നിൽക്കണ്ട എന്നൊക്കെ. അമ്മയെ പേരിക്കകത്ത് കൊണ്ടുപോകുമ്പോൾ ഈ തണുപ്പത്ത്